നേരം കഴിക്കും. പക്ഷെ ഓരോരോ സെഷൻസ് കഴിയുമ്പോഴും നമുക്ക് ഇഷ്ടമായി വരികയായിരുന്നു. ഓരോ അറിയുന്ന കാര്യങ്ങളെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളത് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി എനിക്ക് ആ ഒരു ജെനെക്സ് നിന്ന് ജെൻസിയിലേക്ക് വന്നത്, പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങൾ വായിച്ചറിവുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയപ്പോൾ ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് നിഷാരി. ആൻഡ് ഇന്നത്തെ അവസാനത്തെ ദിവസം ഇവിടെ നിന്ന് നിഷാരിയിലെ പോയിൻറ്റ്സ് ഇൻ ദ സെൻസ് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ, എനിക്ക് കിട്ടിയ മൂല്യങ്ങളാണ് എൻ്റെ പോയിൻറ്റ്സ് എന്ന് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെ മാറണം, ഞാൻ എന്തായിരുന്നു, ഇനി ഞാൻ എങ്ങനെ ആവണം എന്നുള്ളതിനൊരു ഫ്രെയിം എനിക്കുണ്ട്. ഇനി ഞാൻ ആ ഫ്രെയിമിലേക്ക് ഞാൻ എഴുതി ചേർക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. Stress how to convey this message, but when I told this to my husband and my son, they were saying, yes, you must go and enjoy, that's a one-time opportunity for you, you should go and enjoy. But still the fear element in me always was putting me backside. After attending this 3 days, I'm so happy and so proud that I became a part of this campaign, and I'm so relieved. That means I become so stress-free now, and I think I can reach to my children with all these messages. Thank you for giving me this opportunity to participate in your Dishari campaign. And I'm from Bharatiya Vidya Bhavan, Thrissur Kendra, Portos. When we were first told about this program, Dishahari, we were told that it was a 4-day residential camp. I'm not someone who is new to residential camps. Guide captain I have gone for many residential camps, so it was okay. But in between vacation, we were a little apprehensive about it, and we requested, and it was granted that it won't be a residential camp. And yet they have been able to deliver the content, course materials during this limited time. So I'm very happy about it. And like any other teacher, when we're going for some training, we think that it is going to be the same wine in a different bottle. However, it was the same wine. The bottle was absolutely different, and it was not expected. Lot of activities were there, and each of the activities had a specific aim. And because of this, and it was very much clear. The therapy sessions were all heart-touching. It really brought out what had been inside the shell for a very, very long time. We had forgotten so many things. So I'm very happy that all of it has come up, and I hope that it will remain outside for a long, long time to come. And as of now, I feel that I have gained so many things that I can take back to my children. I am confident. I have become more active. I am seeing what the children might be facing in my class, and hopefully I will be a better teacher. Thank you.
ലാസ്റ്റ് ടൈമിലോടുകൂടിയാണ് ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ ടീച്ചർ മാത്രമല്ല നമ്മുടെ വീട്ടിൽ കൂടി ആയതുകൊണ്ട് വെക്കേഷൻ സമയം കുട്ടികളോട് കൂടി ചിലവഴിക്കാൻ വിചാരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെന്ന് തന്നെയായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നീട് അത് നോൺ റെസിഡൻഷ്യലാക്കി എന്നാലും ടൈം ലിമിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അത് ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി തന്നെയാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. പേര് വിശാരി എന്ന് കേട്ടപ്പോൾ ഒരു വ്യത്യസ്തത തോന്നിയെങ്കിലും എല്ലാ ട്രെയിനിങ്ങും പോലെ ഇതും സാധാരണ ട്രെയിനിങ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ എല്ലാ ചിന്തകളെയും തികച്ചും മാറ്റിമറിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത്. ആസ് എ പേഴ്സൺ, ആസ് എ ടീച്ചർ, ആസ് എ പാരൻറ്റ്, എല്ലാ രീതിയിലും എനിക്ക് ദിശാരി റിസോഴ്സ് ടീമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പ്രൊഫഷണലായിട്ട് ഒരു ട്രെയിനിങ്ങിനെ സമീപിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. ഒരു ടീമായിട്ട് അത് എങ്ങനെ ഇത്ര പ്രൊഫഷണലായിട്ടൊരു ട്രെയിനിങ്ങിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു പോയി. എല്ലാ ടീം മെമ്പേഴ്സ് ആസ് എ ടീച്ചർ ഞാൻ ഒരു വളരെ എൻ്റെ ഒരു ചിന്തയനുസരിച്ച് ഞാൻ വളരെ ഫ്രീ ആയിട്ടുള്ള ടീച്ചറാണ്, കുട്ടികളോട് ഫ്രീ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത ടീച്ചറാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത് മാത്രമല്ല, മറ്റ് പല തലത്തിലും ഞാൻ കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്തതും കുട്ടികളെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നുള്ളൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടി. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പല പാകപ്പിഴകളെയും കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. തീർച്ചയായും അത് അടുത്ത വരുന്ന അധ്യയന വർഷങ്ങളിൽ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആസ് എ പാരൻറ്റ് എനിക്ക് വന്ന വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ മെഡിറ്റേഷൻ സെഷനുകളിൽ ഞാൻ എൻ്റെ കുട്ടികളോട്, എൻ്റെ സ്വന്തം കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറിയത്, അതിൽ നിന്ന് ഞാൻ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തി, ഇനി ഉള്ള സമയത്ത് എനിക്ക് എന്തൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാനത് 2 ദിവസം മുൻപോട്ട് വീട്ടിലത് അപ്ലൈ ചെയ്ത് തുടങ്ങി. കുട്ടികൾക്ക് തന്നെ വളരെ സന്തോഷവും മാറ്റവും വന്നു. അത് എനിക്ക് ആസ് എ പാരൻറ്റ് എനിക്ക് വളരെ വ്യത്യാസം വന്നതാണ്. പിന്നെ ആസ് എ പേഴ്സൺ ഞാൻ പൊതുവേ എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കുമെങ്കിൽ എൻ്റെ മനസ്സിൽ കുറേയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ ഉള്ള ഒരാളാണ് ഞാൻ. ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറയുന്നത്, ഉള്ള ഒരാളെന്നുള്ളതിനേക്കാൾ എൻ്റെ ഒരു പൊതുവേ ഉള്ളൊരു രൂപഭാവങ്ങൾ വെച്ച് ഒരു പബ്ലിക്കലി എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാനോ ഈവൻ ഒന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനോ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആസ് എ ഒരു ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തിരിച്ചറിയില്ലെങ്കിലും ഒരു ഓഡിയൻസിന് മുമ്പിൽ അങ്ങനെ ഒന്നും ചെയ്യാനൊരു കോൺഫിഡൻസ് എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഒരു ടീമിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തും ചെയ്തു പോകുമെന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞു. ഞാൻ ആസ് എ പേഴ്സണലി എനിക്ക് ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കുറേ അധികം കാര്യങ്ങൾ. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ കരച്ചിൽ. ഇവിടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു സെഷനെ പറ്റി പറയാൻ പാടുന്നുള്ളത് അല്ല, പക്ഷേ ഞാനൊരു പേഴ്സൺ എന്തിനും ഏതിനും കരയുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ടീമിൻ്റെ ആ ഒരു സെൻറ്റൻസ് ഇനി എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കും. ബ്രേവായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ. എനിക്ക് ധൈര്യമായിട്ട് കരയാം പല കാര്യങ്ങൾക്കും. ആസ് എ പേഴ്സൺ എനിക്ക് കുറേ അധികം മാറ്റങ്ങളുണ്ടായിരുന്നു. റിസോഴ്സ് ടീമിലൂടെ ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. ആസ് എ പേഴ്സൺ, ആസ് എ ടീച്ചർ, ആസ് എ പാരൻറ്റ്, എന്ത് മേഖലയിൽ എടുത്ത് നോക്കിയാലും ഇതൊരു 100% സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു എന്ന് കോൺഫിഡൻസോടുകൂടി തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിന് ടീം റിസോഴ്സിനോടും ഞങ്ങളുടെ മാനേജ്മെൻറ്റിനോടും എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കും.
ഇങ്ങനൊരു ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പൊതുവേ ട്രെയിനിങ്ങുകളെല്ലാം ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെയാണ് ഞാനിതിൽ വന്നത്. പലരും വെക്കേഷൻ ആണെന്നുള്ളൊരു വിഷമത്തോടെ വന്നവരുണ്ടെങ്കിലും എനിക്ക് സാധാരണ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അതാണ് എൻ്റെ ഒരു രീതി. പക്ഷെ അതിനെ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ എൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ ഇതുവരെ ഇങ്ങനൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന രീതിയിലൊരു ട്രെയിനിങ് ആയിരുന്നു റിസോഴ്സിലൂടെ. അത് ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ബുക്ക്, നമ്മുടെ ഫോട്ടോ വച്ചിട്ടുള്ള ആ ഒരു ബുക്ക് കിട്ടിയപ്പോൾ തന്നെ അതിലുണ്ട് ഇവരുടെ പ്രൊഫഷണലിസം. അത് കാണുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ഓരോ ദിവസവും ആ ബുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു സന്തോഷമാണ്. നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെയോ എനിക്ക് കിട്ടാനുണ്ട്. അതുപോലെ അതിൻ്റെ കണ്ടൻറ്റും അതെ അത്രയും ആ ഒരു ടീമിലെ ഓരോരുത്തരും ഒരു സംശയമില്ലാതെ ഓരോ കാര്യങ്ങളും എന്തൊരു ഫ്ലോയിലാണ് പോണതെന്ന് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മളെ അതുപോലെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെ നമ്മുടെ ഇതിനെ ഒരു എക്സലൻറ്റ് ടീച്ചറിനെ പുറത്തേക്ക് കൊണ്ടുവരിക, എങ്ങനെയാണ് നമ്മൾ വേണ്ടത് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ പണ്ട് ചെയ്തിരുന്ന അതേ കാര്യം ഇങ്ങനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ നിന്നും നമ്മുടെ ഇപ്പോഴത്തെ അത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. കുറേ എപ്പോഴെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയാൽ നമ്മുടെ ഈ ഒരു സ്ഥാപനം ഇല്ലാതായാൽ എന്നുള്ള ആ ചോദ്യം, അങ്ങനെ ഒരു ഫിയർ നമുക്ക് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലായതുകൊണ്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഈ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഇങ്ങനെ എന്തെല്ലാം നമ്മളിൽ മാറ്റങ്ങൾ വരുത്തണം, കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ടീച്ചറിന് മാത്രമല്ല പേരൻ്റ്, അത് ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്യണ ഒരു ഫീൽഡാണ് ആ ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത്. ഞാൻ കൂടുതൽ കുട്ടിയുടെ പോലെയാണ്, അവർ പേരൻ്റായിട്ട് വരുമ്പോഴും അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ രസകരമായിട്ട് ഈ 4 ദിവസം കൊണ്ട് നമ്മൾ അത്രയും അതിലേക്ക്. പക്ഷെ നമ്മളെക്കൊണ്ട് ഇതിലേക്ക് ചെയ്യാൻ പറ്റിയ ഓരോ ആക്ടിവിറ്റികളിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല ക്രിയേറ്റീവ് സൈഡും അതുപോലെ ടീം സ്പിരിറ്റും, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്കൂളിലത്തെ എല്ലാ ടീച്ചേഴ്സും തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് വന്നു. അതുപോലെ ഒരു ജെൻഡർ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമുക്ക് എല്ലാവരെയും ഓപ്പണായിട്ട് ഓരോരുത്തരെ സമീപിക്കാനും അതുപോലെ ഹഗ് ചെയ്യാനായാലും എക്സ്പ്രസ് ചെയ്യാനായാലും അത് തന്നെ നമുക്ക് കുട്ടികളിലേക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു നല്ലൊരു ആത്മവിശ്വാസം, നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഭയങ്കര ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിലുള്ള വിശ്വാസം ഭയങ്കരമായിട്ട് വന്നു. പിന്നെ ആരോഗ്യമൊക്കെ താങ്ക് യു പറയേണ്ടതെന്ന് അറിയില്ല, റിസോഴ്സ് ടീമിനോടും ഞങ്ങളുടെ മാനേജ്മെൻറ്റിനോടും. ഇത് പക്ഷേ നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിൽ നിൽക്കരുതെന്നും കൂടി ഒരു ആഗ്രഹമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കിട്ടണം, ഇവരുമായിട്ട് എപ്പോഴും ടച്ച് ഉണ്ടായിരിക്കണം, നമുക്ക് ആ കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം, ഇവരുടെ ഒരു ഭാഗമാവണം ഞങ്ങളും കൂടി എന്നൊരു അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫീൽ തോന്നും.
കളിക്കലും ചിരിക്കലും വർത്തമാനം പറയലും ഒക്കെ ഉള്ളവരൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ തന്നെ. പക്ഷെ കുറേ പേർക്ക് ഒരു എവിടേക്കോ ഒരു ഷെല്ല് പണിത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുന്നവരുണ്ടായിരുന്നു. അതിന് കുറേ ഷെല്ലൊക്കെ ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. അതിന് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഡാൻസ് കളിക്കില്ല, പ്രത്യേകിച്ച് അന്വേഷണ മനുഷ്യന്റെ ഭർത്താവും ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ആവുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ഭാഗത്തും ബലൂണൊക്കെ വെച്ചിട്ട് വരുന്ന വരവ് കണ്ടപ്പോ ആ ഷെല്ല് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഞെട്ടൊന്നും പറയാൻ. താങ്ക് യു സോ മച്ച്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പക്ഷെ എങ്കിലും ഇത്ര മനോഹരമാവും, ഇത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആവുന്നു അപ്പോഴും കരുതിയിരുന്നില്ല. കുറേയേറെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ 4 ദിവസം അവരെ എൻഗേജ് ചെയ്ത രീതി, അവരുടെ ആക്ടിവിറ്റീസ്, അതെല്ലാം അവരെ എത്ര ഭംഗിയായി കണക്ട് ചെയ്ത ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചു. പിന്നെ അവരുടെ എന്ത് ചെയ്യുമ്പോഴും അവരവരുടെ ഒബ്ജക്റ്റീവിൽ നിന്ന് മാറുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ എത്രക്കത്തെ കളിയിൽ തമാശയൊക്കെ വന്നാലും അവര് പറയേണ്ട കാര്യം അവര് പറഞ്ഞിട്ടേ അടുത്തേക്ക് പോകുന്നുള്ളൂ. അപ്പൊ ഒരു ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം, ലേണിംഗ് ഒബ്ജക്റ്റീവ് അവർക്ക് ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഞാൻ ഒബ്സർവ് ചെയ്തതാണ്. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഒരു ലവ് ലെറ്റർ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുതരില്ല, ആ ലവ് ലെറ്റർ കിട്ടുമ്പോഴേക്കും അത് അപ്പോഴേക്കും അവരതിനെ മാനേജ് ചെയ്യുന്നത് എല്ലാം വളരെ ആ ടീം വർക്കും ഇറ്റ് വാസ് എക്സലന്റ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഉറക്കം കിട്ടുന്നില്ല ലിറ്ററലി. ഇന്നലെ പോയി കിടന്ന് വന്നാൽ നോക്കിയിട്ട് ഞാനും ദിവ്യയും കൂടെ 2 മണി വരെ തല ആകെ ഒരു കിരിങ്ങൊരു അവസ്ഥയാണ്. സോ മച്ച് ഇൻപുട്ട് ഇസ് ദേർ, യു നോ, വിച്ച് വി ഹാവ് ടു ആക്ച്വലൈസ്. അതൊരു ഭയങ്കര ഒരു നമുക്കുള്ള ഒരു ഇൻസൈറ്റ്സ് ആണ്. ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി, ഈച്ച് ആൻഡ് എവറി സെന്റൻസ് സ്പോക്കൺ ഹിയർ ഇസ് സംതിങ് വിച്ച് ഹസ് ഗോൺ ഡീപ്പ് ഇൻ ടു അവർ ഹാർട്ട്. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഇതേവരെ ഒരു ട്രെയിനിങ്ങിൽ ഇത്രയും നമ്മുടെ ഡീപ്പായിട്ട് പോയിട്ടില്ല ഒന്നും. താങ്ക് യു ടീം സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.